Message authentication and hash functions, module 4 last topic. So message authentication is a mechanism used to verify the sender of a message. So message അയക്കുന്നത് ആരാണെന്നുള്ള കൺഫർമേഷൻ അതിനാണ് മെസ്സേജ് ഓതന്റിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടു identify to verify the sender of a message, we are making use of a message authentication code, MAC. So using this we can verify the sender. Also it has one more purpose. We can use MAC to ensure the integrity of the message. ഇപ്പൊ ഇന്റഗ്രിറ്റി ഓഫ് ദി മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ ആ സെയിം മെസ്സേജ് ചേഞ്ച് ഒന്നും ഇല്ലാതെയാണ് ഡെസ്റ്റിനേഷനിൽ അല്ലെങ്കിൽ റിസീവറിന് എത്തിയതെന്ന് എൻഷുർ ചെയ്യുന്നതാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഹലോ ഹൗ ആർ യു എന്ന് ഞാനൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിസീവറിനും ഹലോ ഹൗ ആർ യു തന്നെയാണ് കിട്ടിയത് എന്ന് എൻഷുർ ചെയ്യുന്നതാണ് മെസ്സേജ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പൊ MAC യൂസ് ചെയ്ത് നമുക്ക് ഇന്റഗ്രിറ്റി ഓഫ് ദി മെസ്സേജും വെരിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ എൻഷുർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡേറ്റ ഒറിജിൻ ഓതന്റിക്കേഷൻ, ദാറ്റ് ഇസ് വി ക്യാൻ ഓൾസോ വെരിഫൈ ദി സെൻഡർ ഓഫ് എ മെസ്സേജ്. ഡേറ്റ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ, സെൻഡർ എവിടെ നിന്നാണ് ഒറിജിൻ ഡേറ്റ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഓതന്റിക്കേഷനും യൂസ് ചെയ്യുന്നതാണ് MAC എന്ന് പറയുന്നത്. Now we'll see how MAC can be generated. So message authentication code. To generate the message authentication code, we are using a secret key. അപ്പോൾ ഒരു സീക്രട്ട് കീ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കീ സെൻഡറിനും റിസീവറിനും മാത്രം അറിയാവുന്നത്. അപ്പൊ സെൻഡറും റിസീവറും തമ്മിൽ ഒരു സീക്രട്ട് കീ ഷെയർ ചെയ്യും. എന്നിട്ട് ആ സീക്രട്ട് കീ യൂസ് ചെയ്താണ് നമ്മൾ MAC ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ MAC എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിക്സഡ് സൈസ് ഉള്ള ഡേറ്റ ആയിരിക്കും. ഫിക്സഡ് സൈസ് ഉള്ള ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ് MAC എന്ന് പറയുന്നത്. So it is also called as a cryptographic checksum. MACയുടെ വേറൊരു പേരാണ് ക്രിപ്റ്റോഗ്രാഫിക് ചെക്സം. എന്നിട്ട് ഈ സീക്രട്ട് കീ യൂസ് ചെയ്ത് നമ്മൾ ഈ ക്രിപ്റ്റോഗ്രാഫിക് ചെക്സം അല്ലെങ്കിൽ മാക്ക് ജനറേറ്റ് ചെയ്യും. അതൊരു ഫിക്സഡ് സൈസ് ബ്ലോക്ക് ഓഫ് ഡേറ്റയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, മെസ്സേജിന്റെ കൂടെ ആ MACയും കൂടി അപ്പൻഡ് ചെയ്യും. അപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, മെസ്സേജിന്റെ ലാസ്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യും. So the message plus the MAC will be transmitted to the intended recipient. അപ്പൊ റിസീവറിന് മെസ്സേജും സെൻഡ് ചെയ്യും, അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ലാസ്റ്റ് ആയിട്ട് MAC അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫിക് ചെക്സം ആ വാല്യൂം കൂടി അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യും. ഈ റിസീവർ when he receives the message along with the MAC, what he does is he will recalculate the MAC. അപ്പൊ കിട്ടിയ മെസ്സേജിൽ റിസീവർ എന്ത് ചെയ്യും, റിസീവറിനും ആ സീക്രട്ട് കീ അറിയാം. അപ്പൊ റിസീവർ എന്ത് ചെയ്യും, ആ കിട്ടിയ മെസ്സേജിനകത്ത് വീണ്ടും MAC കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ റിസീവ് ചെയ്ത മെസ്സേജിന്റെ കൂടെ ഒരു MACയും ഉണ്ട്, ഇപ്പൊ അയാള് റിസീവർ റീകാൽക്കുലേറ്റ് ചെയ്ത MACയും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യും. അപ്പൊ അത് രണ്ടും സെയിം ആണെങ്കിൽ receiver can ensure that the message has arrived without any change, and also the message has come from the actual sender. കാരണം എന്താ, സീക്രട്ട് കീ എന്ന് പറയുന്നത് സെൻഡറിനും റിസീവറിനും മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ ആ റിസീവർ യൂസ് ചെയ്യുന്ന സീക്രട്ട് കീ വെച്ച് കിട്ടുന്ന മാക്ക് മെസ്സേജിന്റെ കൂടെ കിട്ടിയ മാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആണെങ്കിൽ റിസീവറിന് മനസ്സിലാക്കാം മെസ്സേജ് ആ സെൻഡറിൽ നിന്ന് തന്നെ വന്നതാണ്. അതുപോലെ തന്നെ അതിനകത്ത് ചേഞ്ച് ഒന്നുമില്ല, കാരണം എനിക്ക് സെയിം MAC തന്നെയാണ് കിട്ടിയത്. മെസ്സേജിൽ ചേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ഈ മാക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തും വ്യത്യാസം വന്നേനെ. So this is how message authentication code is used to ensure the data origin authentication and also the integrity of the message. ഈ ഫിഗർ MAC അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ആണ് കേട്ടോ. M എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. ഇവിടെ ക്രിപ്റ്റോഗ്രാഫിക് ചെക്സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ. അപ്പം മെസ്സേജും കീയും, ആ സീക്രട്ട് കീ ആണ് K എന്ന് പറയുന്നത്, മെസ്സേജും സീക്രട്ട് കീയും യൂസ് ചെയ്ത് ഒരു ക്രിപ്റ്റോഗ്രാഫിക് ചെക്സം കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് കണ്ടോ അറ്റാച്ച് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നതിൻ്റെയാണ് ഈ സിമ്പൽ കൊടുത്തേക്കുന്നത്. അപ്പം മെസ്സേജിന്റെ താഴെയായിട്ട് ലാസ്റ്റ് ആയിട്ട് ആ ക്രിപ്റ്റോഗ്രാഫിക് ചെക്സം വാല്യൂ. അപ്പൊ ക്രിപ്റ്റോഗ്രാഫിക് ചെക്സം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കീയും മെസ്സേജും യൂസ് ചെയ്ത്, അതുകൊണ്ടാണ് C(K(M) എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൂടെ അറ്റാച്ച് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യും. ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യും, റിസീവ് ചെയ്യുന്ന മെസ്സേജിന്റെ പാർട്ട് എടുത്ത് ആ മെസ്സേജിന്റെ പാർട്ടിനകത്ത് ഈ സീക്രട്ട് കീ K എന്ന് പറയുന്നത് Aക്കും അറിയാം, സോഴ്സ് Aയും ഡെസ്റ്റിനേഷൻ Bയും ആണ്. K എന്ന് പറയുന്ന സീക്രട്ട് കീ സോഴ്സിനും അറിയാം, ഡെസ്റ്റിനേഷനും അറിയാം. അപ്പൊ Kയും യൂസ് ചെയ്ത് കിട്ടിയ മെസ്സേജും യൂസ് ചെയ്ത് വീണ്ടും ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. C എന്ന് പറഞ്ഞ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ക്രിപ്റ്റോഗ്രാഫിക് ചെക്സം ഓർ MAC.
എന്നിട്ട് എന്ത് ചെയ്യും, ആ കിട്ടിയ വാല്യൂവും കണ്ടോ മെസ്സേജിന്റെ ലാസ്റ്റ് പാർട്ടിലുള്ള ആ സിയും കൂടി കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ബോത്ത് ആർ മാച്ചിങ് then the receiver is assured that the message has not been altered during transmission and it is from the alleged sender. അപ്പോൾ കറക്റ്റ് സെൻഡറിൽ നിന്നുമാണ്, മെസ്സേജിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, ഇന്റഗ്രിറ്റിയും എൻഷുർ ചെയ്യും. So this provides authentication but not confidentiality. അപ്പോൾ ഓതന്റിക്കേഷന് ഇത് ഓക്കെയാണ്, ഓതന്റിക്കേഷനും ഇന്റഗ്രിറ്റിക്കും ഇത് ഓക്കെയാണ്. പക്ഷെ കോൺഫിഡൻഷ്യാലിറ്റി ഈസ് നോട്ട് പ്രൊവൈഡഡ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സീക്രസി. സീക്രസിക്ക് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താ, ബിക്കോസ് എ മെസ്സേജ് ഇസ് ട്രാൻസ്മിറ്റഡ് ഇൻ ക്ലിയർ ഫോം. ഇപ്പൊ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, മെസ്സേജ് നമുക്കുണ്ട്, ആ മെസ്സേജിൽ കീ അപ്ലൈ ചെയ്ത് ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ആ മെസ്സേജ് അതുപോലെ തന്നെയാണ് ആ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. മെസ്സേജ് ആ പ്ലെയിൻ ഫോമിൽ തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ കേസിൽ, ഈ സിനാരിയോ നോക്കുകയാണെങ്കിൽ വി ആർ നോട്ട് പ്രൊവൈഡിങ് കോൺഫിഡൻഷ്യാലിറ്റി ടു ദി മെസ്സേജ് വിച്ച് ഇസ് ബീങ് ട്രാൻസ്മിറ്റഡ്. സോ ഇഫ് വി നീഡ് ടു പ്രൊവൈഡ് കോൺഫിഡൻഷ്യാലിറ്റി, അപ്പൊ അത് നമ്മൾ നേരത്തെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ സീക്രസി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്തിരുന്നത്, എൻക്രിപ്ഷൻ മെത്തേഡ്സ് ആയിരുന്നു. ആദ്യത്തെ സെക്കൻഡ് മൊഡ്യൂളിലും തേർഡ് മൊഡ്യൂളിലും ഫോർത്ത് മൊഡ്യൂളിലും ഒക്കെ മീൻസ് തേർഡ് മൊഡ്യൂളിൽ നമ്മൾ കുറെ എൻക്രിപ്ഷൻ മെത്തേഡ്സ് പഠിച്ചു. ഈവൻ ഫോർത്ത് മൊഡ്യൂളിലും DES AES അതൊക്കെ ഡിഫറെന്റ് എൻക്രിപ്ഷൻ മെത്തേഡ്സ് ആണ്. അപ്പോൾ സീക്രസി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് സം മെസ്സേജ് എൻക്രിപ്ഷൻ ടെക്നിക്സ് ആൻഡ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഐദർ ആഫ്റ്റർ ഓർ ബിഫോർ മാക് അൽഗോരിതം. അപ്പോൾ ഈ മാക് മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ഒന്നിൽ ഇപ്പൊ ഇത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ മെസ്സേജിനെ മൊത്തത്തിൽ എൻക്രിപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ മെസ്സേജിനെ ആദ്യം എൻക്രിപ്റ്റ് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിന്റെ മാക് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ എൻക്രിപ്ഷൻ കൂടെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻ ഷോർട്ട്, message authentication code can be used to provide data origin authentication and also integrity of the message. If you want to provide confidentiality, we have to incorporate message encryption also. Now next is MAC technique called hash based MAC. HMAC എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ് അൽഗോരിതം ആണ്, HMAC. So here HMAC algorithm, message is divided into n blocks each of b bits. അപ്പൊ നമുക്കൊരു വലിയ സൈസുള്ള മെസ്സേജ് ആയിരിക്കും, ആ മെസ്സേജിനെ നമ്മൾ b ബിറ്റ്സ് ഉള്ള കുറെ ബ്ലോക്കുകളായിട്ട് മാറ്റും. എന്ന് വെച്ചാൽ ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഉള്ള കുറെ ബ്ലോക്കുകളായിട്ട് മാറ്റും. എന്നിട്ട് ഞാൻ ചെയ്യുന്ന എന്താ, അപ്പൻഡ് സീറോസ് ടു ദ ലെഫ്റ്റ് എൻഡ് ഓഫ് k. k എന്ന് പറയുന്ന ഒരു സീക്രട്ട് കീ ആണ്. ആദ്യമേ പറഞ്ഞില്ലേ, മാക്കിനകത്ത് നമ്മൾ എന്ത് രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്താണ് മാക് ജനറേറ്റ് ചെയ്യുന്നത്, മെസ്സേജും അതുപോലെ തന്നെ ഒരു സീക്രട്ട് കീയും. അപ്പൊ ഈ സീക്രട്ട് കീ എന്ന് പറയുന്നത് സെൻഡറിനും റിസീവറിനും അറിയാവുന്ന കാര്യമാണ്. അപ്പം സെൻഡറിന്റെ സൈഡിൽ ആദ്യം സെൻഡർ എന്താ ചെയ്യുന്നത്, മെസ്സേജിനെ ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഉള്ള കുറെ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ സീക്രട്ട് കീയിലാണ് കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. സീക്രട്ട് കീയിൽ എന്ത് ചെയ്യും, k എന്ന് പറയുന്നതാണ് സീക്രട്ട് കീ എങ്കിൽ അതിന്റെ ലെഫ്റ്റ് എൻഡിലേക്ക് കുറച്ച് സീറോസ് അപ്പൻഡ് ചെയ്യും. എന്നിട്ട് ഞാൻ എന്താക്കും, ഈ എത്ര ബിറ്റ്സ് ആണോ എന്റെ മെസ്സേജിന്റെ ഒരു ബ്ലോക്കിൽ എത്ര ബിറ്റ്സ് ആണോ ഉള്ളത് അത്രയും ബിറ്റ്സ് കീയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീറോസിനെ അപ്പൻഡ് ചെയ്യുന്നത്. അപ്പോൾ കീയും മെസ്സേജിന്റെ ബ്ലോക്ക് സൈസും സെയിം ആക്കും. കണ്ടോ, k എന്ന് പറഞ്ഞ സീക്രട്ട് കീക്കകത്ത് b ബിറ്റ് കീ ആക്കി മാറ്റി അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് k+ എന്ന്. അപ്പൊ ഇപ്പൊ എന്തായി, മെസ്സേജിന്റെ ഒരു ബ്ലോക്കിന്റെ സൈസും ഈ കീയുടെ സൈസും സെയിം ആക്കി. So it is recommended that k be longer than n bits where n is the size of HMAC. ഇപ്പൊ HMAC എന്ന് പറയുന്നത് മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ്, ആ ജനറേറ്റ് ചെയ്യുന്ന മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡിന്റെ സൈസിനെ കാട്ടി കൂടുതലായിരുന്നാൽ നല്ലത് കെയുടെ സൈസ്. അതാണ് ഈ പറയുന്നത്, k should be longer than n bits. k should be എന്നല്ല, അതായി കഴിഞ്ഞാൽ it will be more effective where n is the size of HMAC. അപ്പൊ മാക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാക് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സൈസ് ആണ്, ഒരു ഫിക്സഡ് സൈസ് ബ്ലോക്ക് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ എത്ര ആണോ അതിന്റെ സൈസ് അതിനേക്കാൾ കൂടുതൽ വേണം കെയുടെ സൈസ് വരാൻ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കെയുടെ സൈസും മെസ്സേജിന്റെ ഒരു ബ്ലോക്കിന്റെ സൈസും സെയിം ആക്കി. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണ്, ഒരു എക്സോർ ഓപ്പറേഷൻ ആണ്. k+ എന്ന് പറഞ്ഞാൽ എന്താ, സീറോ അപ്പൻഡ് ചെയ്ത് b ബിറ്റ് ആക്കിയ സീക്രട്ട് കീ ആണ്. k+നെ
ഐപാഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിട്ട് എക്സോർ ചെയ്യും. ഐപാഡ് എന്ന് പറയുന്നത് 36H എന്ന് പറഞ്ഞ വാല്യൂ, 36 എന്ന് പറഞ്ഞ ഹെക്സാഡെസിമൽ വാല്യൂ B/8 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ഒരു ബി ബിറ്റ് ബ്ലോക്ക് ഉണ്ടാക്കുന്നതാണ്. B/8 ബി എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ബിറ്റ്സ് ആണ് ആ ബ്ലോക്കിലുള്ളത്, അല്ലെങ്കിൽ എത്ര ഇപ്പൊ നമ്മൾ അപ്പൻഡ് ചെയ്ത് സീറോസ് അപ്പൻഡ് ചെയ്ത് കെയുടെ സൈസ് രണ്ട് സെയിം ആണ്. അപ്പൊ അത്രയും പ്രാവശ്യം ആ ബി വാല്യൂ എന്താണോ ഡിവൈഡഡ് ബൈ 8 പ്രാവശ്യം ഈ 36H എന്ന് പറഞ്ഞ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നത്. 36 അങ്ങനെ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത വാല്യൂ K+ഉമായിട്ട് എക്സോർ ചെയ്യണം. അപ്പൊ ഈ 36നെയാണ് ഐപാഡ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്ന ടേം ആണ് ഐപാഡ്. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഈ എക്സോർ ചെയ്ത ബ്ലോക്ക്, ദ റിസൾട്ടിംഗ് ബ്ലോക്ക് ഇസ് പ്രീപെൻഡഡ് ടു ദി എൻ ബ്ലോക്ക് മെസ്സേജ്. അപ്പൊ നമുക്ക് മെസ്സേജിനെ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്തേക്കുന്ന, ബി ബിറ്റ് ഉള്ള എൻ ബ്ലോക്ക് ആക്കി വെച്ചേക്കുകയാണ്. ആ എൻ ബ്ലോക്കിന്റെ കൂടെ ഈ കിട്ടിയ എന്ന് വെച്ചാൽ K+നെ K+നെ ഐപാഡുമായിട്ട് എക്സോർ ചെയ്ത് കിട്ടുന്ന ആ ബ്ലോക്ക് പ്രീപെൻഡ് ചെയ്യും. പ്രീപെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ട് ഈ തേർഡ് സ്റ്റെപ്പിലെ റിസൾട്ടിനെ എടുത്ത് വെക്കും. അപ്പൊ നമുക്കിപ്പോ ടോട്ടൽ എത്ര ബ്ലോക്ക് ആയി, N+1 ബ്ലോക്സ്. N ബ്ലോക്സ് എന്ന് പറയുന്നത് മെസ്സേജിനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നതും ഈ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ തേർഡ് സ്റ്റെപ്പിൽ കിട്ടിയ റിസൾട്ടും ആയിരിക്കും. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്ലൈ ഹാഷ് ഫംഗ്ഷൻ. അപ്പൊ ഹാഷ് ഫംഗ്ഷൻസ് ഒരുപാട് ഹാഷ് ഫംഗ്ഷൻസ് ഉണ്ട്. അത് ഇനി നമുക്ക് അടുത്തത് പഠിക്കുമ്പം അതിനകത്ത് ഹാഷ് ഫംഗ്ഷൻസ് ഉണ്ട്. സോ ഏതെങ്കിലും ഹാഷ് ഫംഗ്ഷൻ, അപ്ലൈ ഹാഷ് ഫംഗ്ഷൻ ടു ദ സ്ട്രീം ജനറേറ്റഡ് ഇൻ സ്റ്റെപ്പ് 4. അപ്പൊ ഈ സ്റ്റെപ്പ് 4 കിട്ടിയ എന്ന് വെച്ചാൽ N+1 ബ്ലോക്സിൽ അതിൽ കിട്ടിയ ആ സ്റ്റെപ്പിൽ കിട്ടിയ റിസൾട്ടിന് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. അപ്പൊ നമുക്കൊരു N ബിറ്റ് ഡൈജസ്റ്റ് കിട്ടും. അപ്പൊ N ബിറ്റ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റെഡ്യൂസ്ഡ് സൈസ്, ബിറ്റ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും, N ബിറ്റ് ഡൈജസ്റ്റ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ഇന്റർമീഡിയറ്റ് HMAC. ഇനി സിക്സ്ത് സ്റ്റെപ്പിൽ കിട്ടുന്നത് ദ ഇന്റർമീഡിയറ്റ് N ബിറ്റ് HMAC ഇസ് ലെഫ്റ്റ് പാഡഡ് വിത്ത് സീറോസ് ടു മേക്ക് എ ബി ബിറ്റ് ബ്ലോക്ക്. അപ്പൊ HMAC ഇന്റർമീഡിയറ്റ് HMAC N ബിറ്റ് ആണെന്ന് പറഞ്ഞു. N ബിറ്റ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, റെഡ്യൂസ്ഡ് സൈസിൽ കിട്ടുന്നതുകൊണ്ടാണ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് നമ്മൾ പറയും. മെസ്സേജിന്റെ ഒരു ലെസർ നമ്പർ ഓഫ് ബിറ്റ്സിൽ നമുക്ക് കിട്ടുന്നതിനെയാണ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർമീഡിയറ്റ് N ബിറ്റ് HMACനെ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് പാഡ് ചെയ്യും, സീറോസ് അതിന്റെ ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്ത് അതിനെ എന്ത് ചെയ്യും, ബി ബിറ്റ് ബ്ലോക്ക് ആക്കി മാറ്റും. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു എക്സോർ ഓപ്പറേഷൻ ചെയ്യും. എന്ത്, K+ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ നേരത്തെ കിട്ടിയില്ലേ K'ക്കകത്ത് ഒറിജിനൽ സീക്രട്ട് കീയുടെ ലെഫ്റ്റ് പാഡ് ചെയ്ത് സീറോസ് അറ്റാച്ച് ചെയ്ത് ബി ബിറ്റ് ബ്ലോക്ക് ആക്കി ആ K+, എക്സോർ K+ വിത്ത് ഓപാഡ് എന്താ, ഓപാഡ് എന്ന് പറയുന്നത് 5CH എന്ന് പറഞ്ഞ വാല്യൂ ആണ്. 5CH എന്ന് പറഞ്ഞ വാല്യൂ B/8 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന അതാണ് ഓപാഡ് എന്ന് പറയുന്നത്. അപ്പൊ K+ഉം ഓപാഡും കൂടി എക്സോർ ചെയ്ത് നമുക്ക് വീണ്ടും ഒരു ബി ബിറ്റ് ബ്ലോക്ക് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ 7 നേരത്തെ നമ്മൾ എക്സോർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ്, പ്രീപെൻഡ് ചെയ്തു. അപ്പൊ റിസൾട്ട് ഓഫ് സ്റ്റെപ്പ് 7 ഇസ് പ്രീപെൻഡഡ് ടു ബ്ലോക്ക് ഓഫ് സ്റ്റെപ്പ് 6. അപ്പൊ ഇവിടെ കിട്ടിയ ബ്ലോക്കിന്റെ മുന്നിലായിട്ട്, പ്രീപെൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മുന്നിലായിട്ട് ആദ്യം എന്ത് ചെയ്യും, ഈ എക്സോർ ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ എടുത്ത് വെക്കും. ലാസ്റ്റ് സ്റ്റെപ്പിൽ ദ റിസൾട്ട് ഓഫ് സ്റ്റെപ്പ് 8 ഇസ് ഹാഷ്ഡ് വിത്ത് ദി സെയിം ഹാഷിംഗ് അൽഗോരിതം ടു ക്രിയേറ്റ് ദി ഫൈനൽ N ബിറ്റ് HMAC. അപ്പോൾ ഈ പ്രീപെൻഡ് ചെയ്ത് കിട്ടിയ റിസൾട്ടിനകത്ത് വീണ്ടും നമ്മൾ ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഹാഷ് HMAC ജനറേറ്റ് ചെയ്തില്ലേ, ആ ഒരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്ത്. അപ്പൊ സെയിം ഹാഷ് ഫംഗ്ഷൻ തന്നെ വീണ്ടും ഇവിടെയും യൂസ് ചെയ്തിട്ടാണ് നമുക്കൊരു ഫൈനൽ N ബിറ്റ് HMAC ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഹാഷ് ബേസ്ഡ് മാക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സ്. അപ്പൊ ഇത് HMAC അൽഗോരിതം എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ സ്റ്റെപ്സ് മാത്രം എഴുതാനേ ഉള്ളൂ. ഇപ്പൊ ഇത് വെച്ചിട്ട് പ്രോബ്ലം അങ്ങനൊന്നും ഇല്ല, അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ് മാത്രമേ ചോദിക്കാറുള്ളൂ. HMAC ഹാഷ് ബേസ്ഡ് മാക്ക് ആണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ. മെസ്സേജ് N ബിറ്റ് ബ്ലോക്ക് ബി ബിറ്റ്സ് ഉള്ള N ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സീക്രട്ട് കീ, ഇതാണ് ഒരു മെയിൻ കാര്യം. ഹാഷ് ബേസ്ഡ് മാക്കിനകത്തുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ആ സീക്രട്ട് കീ ആണ്. ആ സീക്രട്ട് കീ കൂടെ യൂസ് ചെയ്തിട്ടാണ് മാക്ക് ജനറേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ സീക്രട്ട് കീ പ്രീപെൻഡ് ചെയ്ത് സീറോസ് അപ്പെൻഡ് ചെയ്ത് അതിനെ ബി ബിറ്റ് ആക്കും. എന്നിട്ട് കെ പ്ലസും ഐപാഡും കൂടി എക്സോർ ചെയ്യും. എക്സോർ ചെയ്തിട്ട് അത് എൻ ബ്ലോക്സിന്റെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ട് അതിനെ വെച്ച് n+1 ബ്ലോക്സ് ആക്കും. പിന്നെ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് എൻ ബിറ്റ് ഇന്റർമീഡിയറ്റ് എച്ച് മാക്ക് ജനറേറ്റ്, പിന്നെ ലെഫ്റ്റ് പാഡ് ചെയ്ത് സീറോസ് ലെഫ്റ്റ് പാഡ് ചെയ്ത് ഇന്റർമീഡിയറ്റ് എച്ച് മാക്കിന് സീറോസ് പ്രീപെൻഡ് ചെയ്യും, പ്രീപെൻഡ് ഓർ ലെഫ്റ്റ് പാഡഡ്. പിന്നെ കെ പ്ലസും ഒ പാഡും കൂടി എക്സോർ ചെയ്യും. എന്നിട്ട് അതിന്റെ മുന്നിലായിട്ട് റിസൾട്ട് ഓഫ് സ്റ്റെപ്പ് 7 എടുത്ത് സ്റ്റെപ്പ് 6ന്റെ പ്രീപെൻഡ് ചെയ്യും. പിന്നെ ഫൈനലി വീണ്ടും ഒന്നുകൂടി ഹാഷിംഗ് അൽഗോരിതം അപ്ലൈ ചെയ്ത് ഫൈനൽ എച്ച് മാക്ക് ക്രിയേറ്റ് ചെയ്യും. ഇനി അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞ എന്താ, മാക് ആണ്, മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ് ജനറേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ഹാഷ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഹാഷ് ഫങ്ഷൻസ് എന്താണെന്നാണ് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. സോ ഹാഷ് ഫങ്ഷൻസ് ആക്സെപ്റ്റ്സ് എ വേരിയബിൾ സൈസ് മെസ്സേജ് ആസ് ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസസ് എ ഫിക്സഡ് സൈസ് ഔട്ട്പുട്ട് വിച്ച് ഇസ് റെഫർഡ് ടു ആസ് എ ഹാഷ് കോഡ്. അപ്പൊ എപ്പോഴും വേരിയബിൾ സൈസ് ഉള്ള മെസ്സേജിനെ ആക്സെപ്റ്റ് ചെയ്ത് ഒരു ഫിക്സഡ് സൈസ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് ഹാഷ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ മാക് ആൻഡ് ഹാഷ് ഇസ്, മാക്, as I have already told, it is making use of a secret key. But here, in the case of hash function, we are not making use of a key. ഇപ്പൊ ജസ്റ്റ് മെസ്സേജിന്റെ മാത്രം ബേസ് ചെയ്തിട്ടാണ്, മെസ്സേജ് ഒരു എം എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ടെങ്കിൽ ആ മെസ്സേജിൽ കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട് കിട്ടുന്ന ഒരു റെഡ്യൂസ്ഡ് സൈസ് ഉള്ള ഫിക്സഡ് സൈസ് ഉള്ള ഒരു ഔട്ട്പുട്ടിനെയാണ് ഹാഷ് ഫംഗ്ഷൻ അല്ലെ ഹാഷ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ സീക്രട്ട് കീ യൂസ് ചെയ്യുന്നില്ല. സോ ഹാഷ് കോഡ് ഇസ് ഓൾസോ റെഫേർഡ് ടു ആസ് എ മെസ്സേജ് ഡൈജസ്റ്റ് ഓർ ഹാഷ് വാല്യൂ. ഹാഷ് കോഡിന് പറയുന്ന വേറൊരു പേരാണ് മെസ്സേജ് ഡൈജസ്റ്റ് അല്ലെങ്കിൽ ഹാഷ് വാല്യൂ. ഒരു ബേസിക് ടൈപ്പ് ഓഫ് ഹാഷ് ഫംഗ്ഷൻ ആണ് ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ. അപ്പൊ ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷനകത്ത് നമ്മൾ ചെയ്യുന്നത് വേരിയബിൾ സൈസ് ഒരു വേരിയബിൾ സൈസ് മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് അതിന്റെ ഹാഷ് ജനറേറ്റ് ചെയ്യുന്നതിന് പകരം ഫിക്സഡ് സൈസ് ഇൻപുട്ട് എന്ന് വെച്ചാൽ വേരിയബിൾ സൈസിനെ ഫിക്സഡ് സൈസ് ആക്കി കൺവേർട്ട് ചെയ്ത് ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. എന്നുവെച്ചാൽ ഫസ്റ്റ് ഇപ്പോൾ ഒരു വലിയ മെസ്സേജ് ഉണ്ട്, എം എന്ന് പറഞ്ഞൊരു വലിയ മെസ്സേജ് കുറേ ബിറ്റ്സ് ഉള്ള, അതിനെ ഞാൻ M1 M2 M3 അങ്ങനെ ഡിവൈഡ് ചെയ്യും. ഫിക്സഡ് സൈസ് ആയിരിക്കും, ഓരോ ബ്ലോക്കിനും ഫിക്സഡ് സൈസ് ആയിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ ഫസ്റ്റ് ബ്ലോക്ക് എടുക്കും, ഫസ്റ്റ് ബ്ലോക്കിൽ ഞാൻ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും, അപ്പൊ എനിക്കൊരു വാല്യൂ കിട്ടും. പിന്നെ സെക്കൻഡ് ബ്ലോക്ക് എടുക്കും, സെക്കൻഡ് ബ്ലോക്കിന്റെ കൂടെയും ഈ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ഒരു ഇത് ജനറേറ്റ് ചെയ്യും. ഒരു സെക്കൻഡ്. ഫസ്റ്റ് മെസ്സേജിനെ എന്താ ഫിക്സഡ് സൈസ് ഉള്ള ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് ബ്ലോക്ക് എടുക്കും, ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് എനിക്ക് അതിന്റെ റെഡ്യൂസ്ഡ് ഇത് കിട്ടും. എന്നിട്ട് സെക്കൻഡ് ബ്ലോക്ക് എടുക്കും, സെക്കൻഡ് ബ്ലോക്കിന്റെ കൂടെ ഈ ഹാഷ് വാല്യൂയും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഈ കംപ്രഷൻ ഫംഗ്ഷൻ അപ്ലൈ മീൻസ് ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും അടുത്ത ഹാഷ് വാല്യൂ കിട്ടും. വീണ്ടും അടുത്ത ബ്ലോക്ക് എടുക്കും, ഈ കിട്ടിയ ഹാഷ് വാല്യൂവും കൂടെ ചേർത്തിട്ട് ആ മെസ്സേജിന്റെ ഹാഷ് വാല്യൂ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ എൻറ്റയർ ബ്ലോക്സിനെയും തീരുന്നിടം വരെ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചെയ്ത് എന്ത് ചെയ്യും, ഫൈനൽ ഒരു മെസ്സേജ് ഡൈജസ്റ്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ആ ഫിക്സഡ് സൈസ് ഇൻപുട്ട് ഫംഗ്ഷന് പറയുന്ന പേരാണ് കംപ്രഷൻ ഫംഗ്ഷൻ. So it compresses an n-bit string to create an m-bit string where n will be greater than m. അപ്പൊ ഇനിഷ്യൽ സൈസിനെ കാട്ടി ചെറിയ സൈസിലുള്ളതായിരിക്കും ഒരു എന്താണ് ഫൈനൽ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷന്റെ ഒരു സ്കീമാണ് മെർക്കിൾ ഡാംഗാർഡ് സ്കീം എന്ന് പറയുന്നത്. സോ ഐട്രേറ്റഡ് ഹാഷ് ഫംഗ്ഷൻ uses the following steps.
Message length and padding are appended to the message to create an augmented message. ലെങ്ത് ഓഫ് ദി മെസ്സേജും കണ്ടോ, ഒരു മെസ്സേജ് ഉണ്ട്, അതിന്റെ കൂടത്തിൽ ഞാൻ എന്തൊക്കെ അപ്പൻഡ് ചെയ്യും, ആ മെസ്സേജിന്റെ ലെങ്ത് എത്രയെന്നും അതുപോലെ തന്നെ പാഡിങ് എത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും സൈസ് ആക്കാൻ വേണ്ടി എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ മീൻസ് സീറോസ് വെച്ച് പാഡ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും. സോ ആർ അപ്പൻഡഡ് ടു ദി മെസ്സേജ് ടു ക്രിയേറ്റ് ആൻ ഓഗ്മെന്റഡ് മെസ്സേജ്. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിയുമ്പോഴുള്ളതിന് ഓഗ്മെന്റഡ് മെസ്സേജ് എന്ന് പറയുന്നു. So they are divided into T blocks of n bits each, where n is the size of the block to be processed by the compression function. അപ്പോൾ ഞാൻ എന്താണ് ബ്ലോക്കിന്റെ സൈസ് n എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തേക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ മെസ്സേജിന്റെ കൂടെ ഞാൻ എത്ര ആ മെസ്സേജിന്റെ സൈസും പിന്നെ ആ n ബിറ്റ് ആക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് കിടക്കുന്ന ചിലപ്പോൾ ഒരു n സൈസ് ആവാൻ ഇനി എനിക്ക് ഒരു 10 ബിറ്റും കൂടെ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു 10 സീറോസും കൂടി ആഡ് ചെയ്യും. അതാണ് പാഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആക്കി ഈ കംപ്രഷൻ ഫംഗ്ഷന് കൊടുക്കും. സോ ഈച്ച് ബ്ലോക്ക് ഇസ് ഡിനോട്ടഡ് ആസ് m1 m2 എക്സെട്ര അപ് ടു mt. The digest created at t iterations are denoted as h1 h2 etc ht. Iterated hash functionന്റെ ഒരു എന്താണ് ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് ഈ മെർക്കൽ-ഡെംഗാർഡ് സ്കീം എന്ന് പറയുന്നത്. So before starting the iteration, h0 is set to a fixed value called iv, initial vector or initialization vector എന്നും പറയും. ഇനിഷ്യൽ വെക്ടർ അല്ലെങ്കിൽ ഇനിഷ്യലൈസേഷൻ വെക്ടർ. ഞാൻ പറഞ്ഞില്ലേ മെസ്സേജിനെ പല ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഫിക്സഡ് സൈസ് ഉള്ള ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പൊ m1 എന്നിട്ട് m1 കംപ്രഷൻ ഫംഗ്ഷനിലോട്ട് കൊടുക്കും. കംപ്രഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാഷ് ഫംഗ്ഷൻ, അതിനെ പറയുന്ന ഈ സ്കീമിൽ പറയുന്ന പേരാണ് കംപ്രഷൻ ഫംഗ്ഷൻ എന്ന്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിനെ കംപ്രഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പോൾ ആദ്യം എനിക്ക് ഹാഷ് വാല്യൂ ഒന്നും ഇല്ലല്ലോ, ഫസ്റ്റ് ബ്ലോക്ക് എടുക്കുമ്പോൾ എനിക്ക് ഹാഷ് വാല്യൂ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കംപ്രഷൻ ഫംഗ്ഷന് ആ ഹാഷ് വാല്യൂവും കൂടി വേണം. അപ്പൊ ഇനിഷ്യലി ഞാൻ എടുക്കുന്ന ഹാഷ് വാല്യൂ ആണ് ഇനിഷ്യൽ വെക്ടർ എന്ന് പറയുന്നത് h0. അപ്പൊ ആദ്യം ഞാൻ ഒരു ഇനിഷ്യൽ വെക്ടർ എന്നിട്ട് അപ്പൊ ആ h0 ഇനിഷ്യൽ വെക്ടർ h0 ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ h0യും മെസ്സേജ് m1ഉം കൂടെ ചേർന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സെറ്റ് ഓഫ് ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ h1 എനിക്ക് കിട്ടും. അപ്പൊ h1 എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താണ് m2 എന്ന് പറഞ്ഞ ബ്ലോക്ക് എടുക്കും. ഈ h1ഉം കൂടെ ചേർത്തിട്ടാണ് ഞാൻ വീണ്ടും ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് h2 കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഓരോ ഐറ്ററേഷനിലും വി ഹാവ് hi ആൻഡ് വി അപ്ലൈ കംപ്രഷൻ ഫംഗ്ഷൻ ഓർ ഹാഷ് ഫംഗ്ഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് h of i minus 1, mi. അപ്പൊ m1 എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് എടുക്കും, അതിൽ h0 അപ്ലൈ ചെയ്യും, h0യും m1ഉം, എന്നിട്ടാണ് ഹാഷ് ജനറേറ്റ് ചെയ്യുന്നത്. അടുത്ത m2 എന്ന് പറഞ്ഞ ബ്ലോക്ക് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് h1 കിട്ടി ഓൾറെഡി. അപ്പൊ h1ഉം m2ഉം കൂടെ ചേർത്തിട്ട് അപ്പൊ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് എല്ലാ ബ്ലോക്കും പ്രോസസ് ചെയ്ത് ഫൈനലി ht എന്ന് പറഞ്ഞൊരു ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഫംഗ്ഷൻ കിട്ടും, വിച്ച് വിൽ ബി ദി ഹാഷ് ഫംഗ്ഷൻ ഓഫ് ദി ഒറിജിനൽ മെസ്സേജ്. മൊത്തം മെസ്സേജിന്റെയും കൂടെ ചേർത്തിട്ട് h of m എന്ന് പറഞ്ഞ് എനിക്കൊരു ഹാഷ് ഫംഗ്ഷൻ കിട്ടും. ഇനി ഹാഷ് ഫംഗ്ഷന്റെ കുറച്ച് റിക്വയർമെന്റ്സ് ആണ്. A hash function should have the following properties. H can be applied to a block of data of any size. ഇപ്പൊ എത്ര സൈസ് ഉള്ള മെസ്സേജ് ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റണം. Second property is H produces a fixed length output. So whatever be the size of the message, the final hash value should be of a fixed size. ഇപ്പൊ ഞാൻ 100 ബിറ്റുള്ള ഒരു മെസ്സേജിന്റെ ഹാഷ് വാല്യൂ ആണെങ്കിലും ഹാഷ് വാല്യൂല് 10 ബിറ്റേ ഉള്ളൂ. 500 ബിറ്റുള്ള മെസ്സേജ് ആണെങ്കിലും ഫൈനൽ ഹാഷ് വാല്യൂല് 10 ബിറ്റേ കാണാൻ പാടുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി ഓഫ് ഫിക്സഡ് ലെങ്ത്. Then third property is h of x is relatively easy to compute for any given x. അപ്പൊ ഏത് x എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ്, അപ്പൊ ഏത് മെസ്സേജ് ആണെങ്കിലും ഹാഷ് വാല്യൂ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷനലി ഇറ്റ് ഷുഡ് ബി ഈസി. കാരണം എന്താ, നമ്മളിവിടെ നോർമൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്താണ്, കമ്പ്യൂട്ടേഷനലി ഈസി ആണെങ്കിലാണ് അത് ഇംപ്ലിമെന്റേഷൻ ഈസി ആയിട്ട് വരുന്നത്. അപ്പൊ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി കമ്പ്യൂട്ടേഷനലി ഈസി. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ്. പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ given a hash value, it should be difficult to compute the pre-image of the hashed value. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹാഷ് വാല്യൂ ഉണ്ട്. ഞാനിപ്പോ m എന്ന് പറഞ്ഞ മെസ്സേജിന്റെ ഹാഷ് വാല്യൂ h of m. അപ്പൊ h of m എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന്
എന്താണ് ആ എം കണ്ടുപിടിക്കുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കണം. ഒരു ഹാഷ് വാല്യൂ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് തിരിച്ച് ആ മെസ്സേജിനെ കിട്ടുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കണം. അതാണ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ്. സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫോർ എനി ഗിവൺ ബ്ലോക്ക് എക്സ് ഇറ്റ് ഷുഡ് ബി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് y നോട്ട് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് h of y is equal to എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു ബ്ലോക്ക് ഉണ്ട്, എക്സ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ആ ബ്ലോക്കിന്റെ ഹാഷ് വാല്യൂ ഉണ്ട് എച്ച് ഓഫ് എക്സ്. അപ്പോൾ എന്താണ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഹാഷ് വാല്യൂ ഉണ്ട്, എക്സ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ഇതേ സെയിം ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെസ്സേജ് എനിക്ക് കണ്ടുപിടിക്കാൻ പാടായിരിക്കണം. മനസ്സിലായോ? സെയിം ഹാഷ് വാല്യൂ വരുന്ന എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ അതേ ഹാഷ് വാല്യൂ തന്നെ വരുന്ന വേറൊരു മെസ്സേജ് എച്ച് ഓഫ് വൈ എന്ന് പറഞ്ഞൊരെണ്ണം കണ്ടുപിടിക്കുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കണം. അതാണ് സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് കൊളീഷൻ റെസിസ്റ്റൻസ് ആണ്. കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഓൾമോസ്റ്റ് ഇതുപോലെ നമുക്ക് തോന്നും, പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ടു ഫൈൻഡ് എനി പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ സെക്കൻഡ് പ്രീ ഇമേജിലാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ബ്ലോക്ക് എക്സ് നമുക്ക് അറിയാം, അതിന്റെ ഹാഷ് വാല്യൂ അറിയാം. അപ്പോൾ അതേ സെയിം ഹാഷ് വാല്യൂ ഉള്ള വേറൊരു മെസ്സേജ് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കണം. അതാണ് സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജും അറിയത്തില്ല, ഹാഷ് വാല്യൂ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് സെയിം ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെസ്സേജസിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അത് ഇറ്റ് ഷുഡ് ബി കമ്പ്യൂട്ടേഷണലി ഡിഫിക്കൽട്ട് ഓർ കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ. മനസ്സിലായോ? ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. രണ്ടും ഒരേപോലെ നമുക്ക് തോന്നും. പ്രീ ഇമേജ് റെസിസ്റ്റൻസ്, ആദ്യത്തെ പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹാഷ് വാല്യൂ നമുക്കുണ്ട്, എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ എനിക്കുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കുവാണ്. എന്തിന്റെ ഹാഷ് വാല്യൂ ആയിരിക്കും ഇത്? ആ മെസ്സേജ് കണ്ടുപിടിക്കാൻ നോക്കുന്നതാണ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എനിക്കൊരു ബ്ലോക്ക് ഉണ്ട്, എക്സ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക്, അതിന്റെ ഹാഷ് വാല്യൂ ഉണ്ട്. അപ്പോൾ ആ സെയിം ഹാഷ് വാല്യൂ കിട്ടുന്ന വേറൊരു മെസ്സേജ് അല്ലെങ്കിൽ ആ സെയിം ഹാഷ് വാല്യൂ തന്നെ വീണ്ടും ജനറേറ്റ് ചെയ്യാൻ അത് പറ്റരുത്. അതാണ് സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ്. കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പല മെസ്സേജുകൾ എടുത്ത് അതിന്റെ ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പം രണ്ട് സെയിം ഹാഷ് വാല്യൂ വരുന്ന രണ്ട് പെയർ കണ്ടുപിടിക്കാൻ, ഒരു പെയർ, രണ്ട് പെയർ എന്നല്ല, ഒരു പെയറിലാണല്ലോ രണ്ട് ഇത് വരുന്നത്. അപ്പോൾ സെയിം ഹാഷ് വാല്യൂ വരുന്ന ഒരു പെയർ കണ്ടുപിടിക്കുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കണം. അതാണ് കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഹാഷ് ഫംഗ്ഷന്റെ ബേസിക് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹാഷ് ഫംഗ്ഷൻ irrespective of the size of the message, we should be able to apply the hash function. Then second property is hash function should produce a fixed length output. It should always, irrespective of the size of the message, it should always produce a fixed length output. Then third property is h of x should be relatively easy to compute for any given x. Whatever be the message, the calculation of hash value should be easy. Fourth property is pre-image resistance. If we have a hash value, it should be difficult to retrieve the original message. Next property, fifth property is second pre-image resistance. So if you have a hash value and a block X, it should be difficult to find a different message which has the same hash value. Then last property is collision resistance. It should be computationally infeasible, or it should be difficult to find a pair xy which has or which will generate the same hash value. Doubt illalla? Okay. ഇനി ഈ ഹാഷ് ഇല്ലേ നമുക്ക് ഒരുപാട് ഞാൻ പറഞ്ഞു, there are different hash algorithms. So we have to study only one hashing algorithm which is called as secure hash algorithm, SHA. എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും SHA, ഷാ എന്നാ പറയുന്നത്, ഷാ അൽഗോരിതം. അപ്പൊ ഷാ അൽഗോരിതം തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, ഷാ 512 എന്ന് പറയുന്നത്.
So SHA algorithm, it is developed by NIST, National Institute of Standards and Technology, and it was published as a standard in 1993. 1993 release ചെയ്തത്. So a revised version is called as SHA-1 and it was issued in 1995. SHA-1 എന്ന് പറയുന്നത് it will produce a hash value of size 160 bits. So as I've already told, the hash value should be a fixed size value. So here in SHA-1, it produces a hash value or a digest of size 160 bits. 160 bits ആണ്. Then we have 4 different versions: SHA-224, SHA-256, SHA-384 and SHA-512. ഇപ്പൊ ഈ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എത്രയാണ് അതിന്റെ സൈസ്. SHA-224 എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ ഹാഷ് വാല്യൂ ഓഫ് സൈസ് 224. SHA-256 എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് 256 ആയിരിക്കും. 512 എന്ന് പറയുന്നത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഹാഷ് വാല്യൂ ഓഫ് സൈസ് 512 ബിറ്റ്സ്. SHA-1 എന്ന് പറഞ്ഞാൽ 1 ബിറ്റ് അല്ല, അത് ഓർത്തിരിക്കുക. SHA-1 പ്രൊഡ്യൂസസ് എ ഹാഷ് വാല്യൂ ഓഫ് 160 ബിറ്റ്സ് ഇനീഷ്യൽ വേർഷൻ. ഇനി SHA-512. ഇപ്പൊ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എച്ച്മാക് അൽഗോരിതത്തിലെ പോലെ ഈ അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ് ആണ്. മറ്റേ DS പോലെ അത്ര ഡീറ്റെയിൽഡ് കുറെ ഓപ്പറേഷൻസ്, അതിന്റെ ഇന്റീരിയർ ഓപ്പറേഷൻസ് അങ്ങനെ ഒരുപാട് ഇല്ല. എന്നാലും ഇതിന്റെ സ്റ്റെപ്സ് ജസ്റ്റ് പഠിക്കുക. SHA-512 അൽഗോരിതം ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റെപ്സ് എഴുതാനാണ് ഉള്ളത്. സോ ഹിയർ ഇൻപുട്ട്, we have an input which is a message with a maximum length of less than 2⁻128 bits. ഇപ്പൊ 2⁻128 എന്ന് പറയുന്ന സൈസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു നമ്പർ ആണ്. അപ്പോൾ മെസ്സേജിന്റെ മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2⁻128 ബിറ്റ്സ് ആയിരിക്കും ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, SHA-512 ആണ്. സോ ഇറ്റ് വിൽ ബി എ 512 ബിറ്റ് മെസ്സേജ് ഡൈജസ്റ്റ്. Now we are processing the input. അപ്പൊ മെസ്സേജിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2⁻128 ആണ്. അപ്പൊ അങ്ങനെയുള്ള മെസ്സേജിനെ ഞാൻ എത്ര ബിറ്റ് ബ്ലോക്ക് ആയിട്ട് എടുത്താണ് പ്രോസസ് ചെയ്യുന്നത്? 1024 ബിറ്റ് ബ്ലോക്ക്. 1024 ബിറ്റ് ബ്ലോക്സ് ആയിട്ട് എടുത്താണ് ഇൻപുട്ടിനെ ഞാൻ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ ഇനി പ്രോസസ്സിങ്ങിന്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ append padding bits and length. Message is padded so that its length is a multiple of 1024. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മെസ്സേജിനെ പാഡ് ചെയ്യണം. പാഡ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ സൈസ്, മെസ്സേജിന്റെ സൈസ് എന്ന് പറയുന്നത് 1024ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടണം. 1024ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടണം. അപ്പൊ ആ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടേണ്ടത് വെച്ചാൽ മെസ്സേജിന്റെ കൂടെ ഞാൻ മെസ്സേജിന്റെ ലെങ്ത്തും കൂടി അപ്പൻഡ് ചെയ്യണം. 1024ന്റെ മൾട്ടിപ്പിൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും? 2048. അപ്പൊ 2048 ആയിട്ടാണ് ഞാനതിനെ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കണം, ലെങ്ത്. ആ 2048 എന്ന് പറഞ്ഞ ലെങ്ത്തും കൂടി എനിക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പൊ ആ ലെങ്ത്തും കൂടി വെച്ച് കഴിയുമ്പോൾ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് മെസ്സേജിന്റെ 1024ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ പാഡിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ പാഡിങ്ങിന്റെ കേസിലെല്ലാം സീറോസ് ആയിരുന്നു നമ്മൾ അപ്പൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ പാഡിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഒരു സിംഗിൾ 1 ഫോളോഡ് ബൈ സീറോസ് ആണ്. 1 ഫോളോഡ് ബൈ സീറോസ് ആണ് ഞാൻ പാഡിങ്ങിൽ ചെയ്യുന്നത്. മൊത്തം സീറോസ് അല്ല, ഫസ്റ്റ് ഒരു 1ഉം പിന്നെ സീറോസും ആണ് പാഡിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. A block of 128 bits which contains the length of the original message before padding is appended to the padded message. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് പാഡിങ് ബിറ്റ്സും ലെങ്ത്തും ആണ് ഞാൻ അപ്പൻഡ് ചെയ്യുന്നത്. അപ്പൊ ലെങ്ത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ 128 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പാഡിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ ചെയ്യുന്നത്, മെസ്സേജ് M എന്ന് പറഞ്ഞ മെസ്സേജ്, അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യും, ആ മെസ്സേജിന്റെ സൈസ് പാഡ് ചെയ്യണം. അതാണ് ലെങ്ത്. 128 ലെങ്ത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 128 ബിറ്റ്സ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, പിന്നെ ആ സൈസ് മൾട്ടിപ്പിൾ ഓഫ് 1024 ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിന്റെ കൂടെ പാഡിങ്ങും കൂടെ ചെയ്യുന്നത്. പാഡിങ് ഇസ് ഡൺ വിത്ത് 1 ഫോളോഡ് ബൈ എ സെറ്റ് ഓഫ് സീറോസ്. ഇനി ഞാൻ ചെയ്യുന്നത് ഇനിഷ്യലൈസ് ദി ഹാഷ് ബഫർ. അപ്പൊ ഇതിനകത്ത് കുറെ ഇന്റർമീഡിയറ്റ് ബഫേഴ്സിന്റെ ആവശ്യമുണ്ട്. കുറെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ആ വാല്യൂസ് ഒക്കെ, റിസൾട്ട് ഇന്റർമീഡിയറ്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഹാഷ് ബഫേഴ്സ് യൂസ് ചെയ്യുന്നത്.
So a 512-bit buffer is used to hold intermediate and final results of the hash function. ബഫർ റെപ്രസെന്റ് ചെയ്യുന്നത് ആസ് 8 64-bit രജിസ്റ്റേഴ്സ്. 64 ബിറ്റ്സ് ഉള്ള 8 രജിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ ബഫർ യൂസ് ചെയ്യുന്നത്. സോ ദേ ആർ ഇനിഷ്യലൈസ് വിത്ത് ദി ഫോളോയിങ് 64-bit ഇൻഡിജേഴ്സ്. അപ്പൊ ഈ ബഫറിനെ ഈ ഹാഷ് എന്താ ഇന്റർമീഡിയറ്റ് ഫങ്ഷൻസ് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഫൈനൽ റിസൾട്ട് സ്റ്റോർ ചെയ്യാനും ഞാൻ ആദ്യം കുറച്ച് വാല്യൂസ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പൊ ആ ഇനിഷ്യലൈസ് ചെയ്യേണ്ട വാല്യൂസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. എ എന്ന് പറഞ്ഞ ഫസ്റ്റ് ബഫറിനെ ഞാൻ ഈ വാല്യൂ, ഈ ഹെക്സാഡെസിമൽ വാല്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ബിക്ക് ഈ വാല്യൂ, സിക്ക് ഈ വാല്യൂ, ഡി ഇ എഫ് ജി എച്ച്. അപ്പൊ ഈ വാല്യൂ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എ തൊട്ട് എച്ച് വരെയുള്ള ബഫേഴ്സ് ആണ് ഉള്ളത്. ആ ബഫേഴ്സ് എന്ന് പറയുന്നത് 64-bit രജിസ്റ്റേഴ്സ് ആണ്. അങ്ങനെ 8 ബഫേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനെ 64-bit ഇൻഡിജേഴ്സ് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യുന്ന എഴുതിയാൽ മതി. ആ വാല്യൂസ് എഴുതണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് 1024-bit ബ്ലോക്ക് ആയിട്ട് മെസ്സേജിനെ പ്രോസസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താ, മെസ്സേജ്, എൻ്റയർ മെസ്സേജ്. ആ മെസ്സേജിന്റെ സൈസ് നമുക്ക് അറിയത്തില്ല. മെസ്സേജിന്റെ സൈസ് എന്താണ്, 2⁻128 കാട്ടി ചെറുതായിട്ടുള്ള ഒരു സൈസ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അത് എന്തായാലും അത്രയും തന്നെ ആയിരിക്കും, അതിലും വലുത് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ 2⁻128 ചെറുതായിട്ടുള്ള മെസ്സേജിനെ ഞാൻ എന്ത് ചെയ്യും, പാഡ് ചെയ്യും. എന്തൊക്കെയാ പാഡ് ചെയ്യേണ്ടത്, അതിന്റെ ആ മെസ്സേജിന്റെ ലെങ്ത് എത്രയാന്ന് വെച്ചാൽ അതും പാഡ് ചെയ്യണം. പിന്നെ അതുപോലെ ആ ലെങ്ത്തും കൂടെ പാഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1024ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അത് എന്തുകൊണ്ടാണ് ഞാൻ 1024ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്ന് പറയുന്നത്, നമ്മൾ മെസ്സേജിനെ 1024 ബ്ലോക്സ് ആയിട്ട് എടുത്തെടുത്താണ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രോസസ്സ് ചെയ്ത് എൻ്റയർ മെസ്സേജ് 1024ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഉള്ള ഒരു സൈസ് ഉള്ള മെസ്സേജ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവസാനത്തെ ബ്ലോക്കിൽ മെസ്സേജ് കുറവ് വരും, അല്ലെ, ബിറ്റ്സ് കുറവ് വരും. അപ്പൊ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ, അൽഗോരിതം പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൈസ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ എൻ്റയർ മെസ്സേജിനെ 1024ന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റുന്നത്. അപ്പൊ ലെങ്ത് അപ്പൻഡ് ചെയ്യുക, ലെങ്ത് അപ്പൻഡ് ചെയ്തിട്ട് ടോട്ടൽ ലെങ്ത്, മെസ്സേജ് പ്ലസ് ആ ലെങ്ത് കൂടെ അപ്പൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഇതിനെ 1024നെ മൾട്ടിപ്പിൾ ആക്കുക. അതിന് എത്ര ബിറ്റ്സ് ആണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് 1 ഫോളോഡ് ബൈ സീറോസ്. അപ്പൊ ലെങ്ത് റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ 128-bit ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ബഫേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 1024-bit ബ്ലോക്കിനെ പ്രോസസ്സ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ അൽഗോരിതത്തിനകത്ത് 80 റൗണ്ട്സ് ആണ് ഉള്ളത്, 80 റൗണ്ട്സ്. ആൻഡ് ഈച്ച് റൗണ്ട് വിൽ ടേക്ക് എസ് ഇൻപുട്ട് എ 512-bit ബഫർ വാല്യൂ. ഞാൻ പറഞ്ഞില്ലേ, ആ 8 രജിസ്റ്റേഴ്സ്, എ തൊട്ട് എച്ച് വരെയുള്ള ആ രജിസ്റ്റേഴ്സിനെ എടുത്തിട്ടാണ് ഓരോ റൗണ്ടും പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പൊ ഓരോ റൗണ്ട് പ്രോസസ്സിങ് കഴിയുമ്പോഴും എന്താണ്, ഈ രജിസ്റ്റേഴ്സിലുള്ള വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് വന്ന് ഫൈനലി ഈ രജിസ്റ്റേഴ്സിലെ വാല്യൂ ആയിരിക്കും എന്റെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. So each round make use of a 64-bit value derived from the current 1024-bit block being processed and an additive 64-bit constant. അപ്പോൾ ഓരോ റൗണ്ടിലും യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ രജിസ്റ്റേഴ്സിലെ വാല്യൂവും ഒരു 64-bit കോൺസ്റ്റന്റ് വാല്യൂവും അങ്ങനെ ചേർത്തിട്ടാണ് അത് പ്രോസസ്സിങ് ചെയ്യുന്നത്. ആൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് ദി 80th റൗണ്ട് ഇസ് ആഡഡ് ടു ദി ഇൻപുട്ട് ടു ദി ഫസ്റ്റ് റൗണ്ട്. അപ്പൊ ഫൈനലി ഔട്ട്പുട്ട് 80th റൗണ്ട് കിട്ടിക്കഴിയുമ്പോഴേക്കും അതിനെ എടുത്ത് എന്ത് ചെയ്യും, ഫസ്റ്റ് റൗണ്ടിലെ ഇൻപുട്ടുമായിട്ട് ആഡ് ചെയ്യും. അങ്ങനെ ഓരോ n-bit അല്ല, ഓരോ 1024-bit ബ്ലോക്ക്, അങ്ങനെ എത്ര ബ്ലോക്ക് ഉണ്ട്, n ബ്ലോക്സ് ഉണ്ട്, ആ എത്രയും പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി കിട്ടുന്ന ആ വാല്യൂ ആയിരിക്കും 512-bit മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓരോ റൗണ്ടിലെ ഓപ്പറേഷൻസ് ആണ്. ഇത് പഠിച്ചിരിക്കുകയേ നിവർത്തിയുള്ളൂ. ഓരോ റൗണ്ടിലും ചെയ്യേണ്ട ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് T1, ഫസ്റ്റ് ഓപ്പറേഷൻ T1 എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഇതേ ഓർഡറിലാണ് ചെയ്യുന്നത്. T1 കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബഫറാണ്. എച്ച് പ്ലസ് ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഇൻപുട്ട് എടുക്കുന്നത് എന്തൊക്കെയാണ്, EFG എന്ന് പറഞ്ഞ ബഫേഴ്സ് പ്ലസ് ROT എന്ന് പറഞ്ഞ റൊട്ടേഷൻ ഓപ്പറേഷൻ, ഇ എന്ന് പറഞ്ഞ ബഫറിലെ വാല്യൂവിന് റൊട്ടേഷൻ ഓപ്പറേഷൻ ചെയ്യും, പ്ലസ് WT പ്ലസ് KT. ഇത് 2 വാല്യൂസ് ആണ്. ഇനി അടുത്ത T2 എന്ന് പറഞ്ഞ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും, എയിൽ ഒരു റൊട്ടേഷൻ അപ്ലൈ ചെയ്യും, പ്ലസ് ഒരു ഫംഗ്ഷൻ മെജോറിറ്റി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ABCയിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് എ എന്ന് പറഞ്ഞാൽ T1 പ്ലസ് T2 ആക്കും. ഞാൻ പറഞ്ഞില്ലേ, ആ എ തൊട്ട് എച്ച് വരെയുള്ള ബഫേഴ്സിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും ഓരോ റൗണ്ടിലും. ഇപ്പൊ എ എന്ന് പറയുന്നത് T1 പ്ലസ് T2, ബി എന്ന് പറഞ്ഞത് എ ആക്കും, സി എന്ന് പറഞ്ഞത് ബി ആക്കും, ഡി എന്ന് പറഞ്ഞത് സി ആക്കും, ഇ എന്ന് പറഞ്ഞാൽ ഡി പ്ലസ് T1 ആക്കും, എഫ് എന്ന് പറഞ്ഞാൽ ഇ, ജി എന്ന് പറഞ്ഞാൽ എഫ്, എച്ച് എന്ന് പറഞ്ഞാൽ ജി. ഇതേപോലെ
പഠിച്ചു വെച്ചേക്കുക ഓരോ റൗണ്ടിലെയും ഓപ്പറേഷൻസ്. ഇത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഞാൻ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തില്ലേ, കണ്ടീഷണൽ ഫംഗ്ഷൻ, റൊട്ടേഷൻ, മെജോറിറ്റി, അത് എന്താ ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. കണ്ട, ടി എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്പർ ആണ്. എത്ര സ്റ്റെപ്സ് ഉണ്ട്? 80 റൗണ്ട്സ് ആണുള്ളത്. 80 റൗണ്ട്സ് ആണുള്ളത്. സോ 0 തൊട്ട് 79 വരെ, 0 തൊട്ട് 79 വരെയുള്ള വാല്യൂസ് ആയിരിക്കും ടിക്ക് വരുന്നത്. ഈ കണ്ടീഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഇ ആൻഡ് എഫ് ഉണ്ടാ. ഇ എന്ന് പറയുന്ന ബഫർ, ആൻഡ് ഓപ്പറേഷൻ എഫ് ചെയ്യും, എക്സോർ, നോട്ട് ഇ ആൻഡ് ജി. നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇയിലെ വാല്യൂ നോട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്, അത് ആൻഡ് ജിയും ചെയ്യും. പിന്നെ മെജോറിറ്റി ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താ? എ ആൻഡ് ബി എക്സോർ എ ആൻഡ് സി എക്സോർ ബി ആൻഡ് സി, മെജോറിറ്റി ഓഫ് എ ബി സി. പിന്നെ റൊട്ടേഷൻ ഓപ്പറേഷൻ, റോട്ട് ഓഫ് എ, റൊട്ടേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് കണ്ടോ, റൊട്ടേറ്റ് റൈറ്റ്, ROTR എന്ന് പറഞ്ഞാൽ കണ്ടോ, സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ് ഓഫ് 64 ബിറ്റ് ആർഗ്യുമെന്റ് എക്സ് ബൈ n ബിറ്റ്സ്. അപ്പൊ ഇവിടെ സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. ROTR എന്ന് പറഞ്ഞാൽ സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ്. എത്ര ബിറ്റ്സ്? 28 ബിറ്റ്സ് സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ എയിലുള്ള വാല്യൂവിനെ 28 ബിറ്റ്സ്, എയിലുള്ള വാല്യൂ എത്ര ബിറ്റാ? 64 ബിറ്റ്സ് ആണ് അല്ലെ. എ തൊട്ട് എച്ച് വരെ വി ഹാവ് 8 ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് വിത്ത് 64 ബിറ്റ് വാല്യൂ. അപ്പൊ ആ 64 ബിറ്റ്സിനകത്തെ 28 ബിറ്റ്സ് എടുത്ത് സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ്. ഇവിടെ എയിലുള്ള വാല്യൂവിന് 34 ബിറ്റ്സ് സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ്, ഇവിടെ 39 ബിറ്റ്സ് സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി ചെയ്തിട്ടുള്ള എക്സോർ ഓപ്പറേഷൻ ആണ് റോട്ട് എ എന്ന് പറയുന്നത്. റോട്ട് ഇ, റൊട്ടേഷൻ ഓൺ ഇ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ 14 ബിറ്റ്സ് സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ്, 18 ബിറ്റ്സ് സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ്, 41 ബിറ്റ്സ് സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ്. അപ്പൊ അതാണ് റോട്ട് ഓപ്പറേഷൻ. WT എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ 64 ബിറ്റ് വേർഡ് ഡിറൈവ്ഡ് ഫ്രം ദി കറണ്ട് 512 ബിറ്റ് ഇൻപുട്ട് ബ്ലോക്ക്. ഇപ്പൊ ഒരു 64 ബിറ്റ് വേർഡ് ആണ്. 512 ബിറ്റിന് ആ ഓരോ പ്രോസസ്സിംഗും കഴിയുമ്പോൾ കിട്ടുന്നതിന്റെ ഇന്റർമീഡിയറ്റ് വാല്യൂ. KT എന്ന് പറയുന്നത് 64 ബിറ്റ് അഡിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. അഡീഷൻ പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അഡീഷൻ മോഡുലോ 2⁻64. അപ്പൊ 2⁻64ലുള്ള അഡീഷൻ ആണ് നമ്മൾ മറ്റേ ഗാൽവ ഫീൽഡ് ഒക്കെ പഠിക്കുന്ന പോലെ. പക്ഷെ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഇവിടെ വേണ്ട. ജസ്റ്റ് അഡീഷൻ മോഡുലോ 2⁻64ലാണ് നമ്മൾ ചെയ്യുന്നതാണ് ഈ പ്ലസ് ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്നത്. ഇനി WT വാല്യൂസ് എങ്ങനെ കിട്ടുമെന്നാണ്. ഇപ്പൊ തീരുവേ, അത് ലെഫ്റ്റ് അടിച്ച് പോകേണ്ട ഇപ്പൊ കഴിയും. WT values are derived as follows. The first 16 values are taken directly from the 16 words of the current block. ഇപ്പൊ കറണ്ട് ബ്ലോക്കിലെ 16 വാല്യൂസ് എടുത്തിട്ടാണ് ആദ്യത്തെ W0 എന്ന് പറയുന്നത്. ടിയുടെ വാല്യൂ 0 to 79 ആണ്. ഈ പിന്നത്തെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്താണ്. WT is root 1, WT minus 2 plus WT minus 7 plus rotation of 0 of WT minus 15 plus WT minus 16. ഇത് ഓർത്തിരിക്കുകയെ നിവർത്തിയുള്ളൂ. റോട്ട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ബിറ്റ് സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ, 8 ബിറ്റ്സ് സർക്കുലർ റൈറ്റ് ഷിഫ്റ്റ്. SHR എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഓഫ് 64 ബിറ്റ് ആർഗ്യുമെന്റ്. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണോ വാല്യൂ അതിന്റെ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. ബൈ എത്ര ബിറ്റ്സ് ആണ് ഇവിടെ? 7 ബിറ്റ്സ് ലെഫ്റ്റ് ഷിഫ്റ്റ്. ഈ കേസിലാണെങ്കിൽ 6 ബിറ്റ്സ് ലെഫ്റ്റ് ഷിഫ്റ്റ്. അപ്പൊ ഇതാണ് W കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അപ്പൊ ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. ആൻഡ് ഓപ്പറേഷൻസും ഓർ ഓപ്പറേഷൻസും സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും. നമ്മള് മറ്റേ എന്താണ് മോഡേൺ സിമെട്രിക് സൈഫേഴ്സ് ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ പറഞ്ഞതല്ലേ ഈ സർക്കുലർ ഷിഫ്റ്റും റൊട്ടേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഡിഫറെന്റ് ഓപ്പറേഷൻസിന്റെ കോമ്പിനേഷൻസ് ആണ് ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയായപ്പോ SHA അൽഗോരിതം, SHA 512 അൽഗോരിതം കഴിഞ്ഞു. ആദ്യം മെസ്സേജിന്റെ സൈസ് 1024ന്റെ മൾട്ടിപ്പിൾ ആക്കുക, പിന്നെ 1024 ബ്ലോക്സ് ആയിട്ട് എടുത്താണ് പ്രോസസ്സിങ് ചെയ്യുന്നത്. ആ ഓരോ 80 റൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ 80 റൗണ്ട്സ് കഴിയുമ്പോൾ കിട്ടുന്ന ഫൈനൽ ഇതായിരിക്കും. ഓരോ ബ്ലോക്ക് എൻറ്റയർ മെസ്സേജിന്റെ ഹാഷ് വാല്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പൊ SHA 512, ഇപ്പൊ SHA 256, SHA 224 അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് കുറെ ഓപ്പറേഷൻസ് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് ആ അൽഗോരിതം ഒന്നും പഠിക്കാനില്ല. ഈ 512 മാത്രമേ പഠിക്കാനുള്ളൂ. ഞാൻ